അന്താരാഷ്ട്ര ജിയോ പൊളിറ്റിക്കൽ രംഗത്ത് പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനിലെ സൈനിക നീക്കങ്ങൾക്ക് നിർണായക വിവരങ്ങൾ നൽകി സഹായിച്ച ഒരു അമേരിക്കൻ പൗരന് റഷ്യൻ പൗരത്വം നൽകി ആദരിച്ചു. ഡാനിയൽ മാർട്ടിൻഡേൽ എന്ന ഈ വ്യക്തിയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിറയുന്നത്. റഷ്യയുടെ സൈനിക താൽപ്പര്യങ്ങളെ പിന്തുണച്ചതിന് ലഭിച്ച ഈ അംഗീകാരം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ഉലച്ചിലുകൾ സൃഷ്ടിക്കുമെന്ന നിരീക്ഷകരുടെ മുന്നറിയിപ്പുകൾക്ക് ശക്തി പകർന്നു. 2018 റഷ്യയിലെത്തിയ ഡാനിയൽ മാർട്ടിൻഡേലിൻ്റെ ജീവിതം ഒരു സാധാരണ ഇംഗ്ലീഷ് അധ്യാപകനിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ വിശ്വസ്തനായ സഹായിയിലേക്കും അതില്ലെങ്കിൽ ഒരു ചാരനിലേക്കും മാറിയ കഥ അതിശയിപ്പിക്കുന്നതാണ്. റഷ്യൻ ഭാഷ പഠിച്ച് അവിടെ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്ത് സാധാരണ ജീവിതം നയിക്കുകയായിരുന്ന ഡാനിയൽ 2022 റഷ്യൻ അധിനിവേശം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് യുക്രൈനിലെത്തി. അവിടെ ലിവീവ് നഗരത്തിൽ താമസിച്ച് പിന്നീട് ഡൊണേറ്റ്സ്കിലേക്ക് മാറുകയും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്തു. സാധാരണ ജീവിതം നയിക്കുന്നതിനിടെ സമീപവാസികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ഒരു സാധാരണ അമേരിക്കൻ പൗരനെന്ന നിലയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കഴിയുകയും ചെയ്തു. എന്നാൽ റഷ്യൻ സ്റ്റേറ്റ് മീഡിയയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സമയത്താണ് ഡാനിയൽ തൻ്റെ യഥാർത്ഥ പ്രവർത്തനം ആരംഭിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ റഷ്യൻ സൈന്യവുമായി ബന്ധം സ്ഥാപിച്ച് അദ്ദേഹം യുക്രൈനിൽ സൈനിക വിന്യാസങ്ങൾ, സൈനിക സൈറ്റുകളുടെ കോർഡിനേറ്റുകൾ, മറ്റ് തന്ത്രപ്രധാനമായ രഹസ്യ വിവരങ്ങൾ എന്നിവ റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൈമാറിയെന്നാണ് റഷ്യൻ അധികൃതർ അവകാശപ്പെടുന്നത്. യുദ്ധക്കളത്ത് റഷ്യൻ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ തൻ്റെ വിവരങ്ങൾ സഹായകമായെന്ന് ഡാനിയൽ തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി. റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ഏകദേശം 2 വർഷത്തോളം ഡാനിയൽ യുക്രൈനിൽ ചെലവഴിച്ചു. ഡാനിയൽ താമസിച്ചിരുന്ന ഗ്രാമത്തിൻ്റെ നിയന്ത്രണം റഷ്യൻ സൈന്യം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ റഷ്യയിലേക്ക് എത്തിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഡാനിയലിന് പൗരത്വം നൽകാനുള്ള തീരുമാനമെടുത്തത്. ഒരു രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കായി പ്രവർത്തിച്ച ഒരു വിദേശ പൗരന് ഇത്രയും ഉയർന്ന അംഗീകാരം നൽകുന്നത് അസാധാരണമാണ്. ഇത് ഡാനിയലിൻ്റെ പ്രവർത്തനങ്ങളെ റഷ്യ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നതിൻ്റെ തെളിവാണ്. റഷ്യൻ പൗരത്വം ലഭിച്ച വിവരം ഡാനിയൽ മാർട്ടിൻഡേൽ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. റഷ്യ എൻ്റെ ഭവനം മാത്രമല്ല, കുടുംബം കൂടെയാണെന്ന വിശ്വാസം ഹൃദയത്തിൽ മാത്രമല്ല, നിയമപ്രകാരവും ഇതിൽ അതിയായി സന്തോഷിക്കുന്നു. റഷ്യൻ പാസ്പോർട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. റഷ്യൻ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ തന്നാലാകുന്നത് ചെയ്തെന്നും ഇനിയും ഇത് തുടരാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡാനിയലിൻ്റെ സേവനത്തിനുള്ള നന്ദിയും ബഹുമാനവുമാണ് ഈ പാസ്പോർട്ടെന്ന് റഷ്യൻ അധികൃതർ അടിവരയിട്ട് പറയുന്നു. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ നിലപാട് യുക്രൈനെ പിന്തുണയ്ക്കുക എന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു അമേരിക്കൻ പൗരൻ റഷ്യയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന ആരോപണവും അതിന് റഷ്യൻ പൗരത്വം നൽകി പുടിൻ ആദരിച്ചതും അമേരിക്കയെ പ്രകോപിപ്പിക്കും. ഡാനിയൽ മാർട്ടിൻഡേലിനെതിരെ അമേരിക്കൻ നിയമപ്രകാരം കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്നതും അദ്ദേഹം അമേരിക്കൻ പൗരത്വം ഉപയോഗിച്ചോ ഇല്ലയോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. റഷ്യയുടെ ഈ നീക്കം ഒരു സന്ദേശമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. തങ്ങളുടെ താൽപ്പര്യങ്ങളെ പിന്തുണയ്ക്കുന്ന അവർ ഏത് രാജ്യക്കാരാണെങ്കിലും റഷ്യയുടെ പിന്തുണയും സംരക്ഷണവും ലഭിക്കുമെന്നൊരു പ്രഖ്യാപനം കൂടിയാണിത്. അത് മറ്റ് രാജ്യങ്ങളിലെയും പൗരന്മാരെയും റഷ്യൻ ചാരപ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിച്ചേക്കാമെന്ന ആശങ്കയും ഉയർത്തുന്നു. യുദ്ധം തുടരുന്ന യുക്രൈനിൽ ഇത്തരം ഒരു സംഭവം അവിടുത്തെ സൈനികർക്കിടയിൽ ആത്മവിശ്വാസം കുറയ്ക്കാനും സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് ആശങ്ക വർദ്ധിപ്പിക്കാനും ഇടയാക്കും. യുക്രൈനിയൻ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ റഷ്യക്ക് ചോർത്തി നൽകുന്നത് യുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ സ്വാധീനിച്ചേക്കാവുന്ന ഒന്നാണ്. ഈ സംഭവം ആധുനിക യുദ്ധക്കളത്തിൽ രഹസ്യാന്വേഷണത്തിൻ്റെയും വിവരച്ചോർച്ചയുടെയും പ്രാധാന്യം എത്രത്തോളമാണെന്ന് അടിവരയിടുന്നു. ഒരു സാധാരണ പൗരന് പോലും തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറുന്നതിലൂടെ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയും യുദ്ധത്തിൻ്റെ ഗതിയും സ്വാധീനിക്കാൻ കഴിയുമെന്നത് ഭീകരമായ ഒരു യാഥാർത്ഥ്യമാണ്. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ലോകമെമ്പാടുമുള്ള സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാകുന്നു. ഡാനിയൽ മാർട്ടിൻഡേൽ എന്ന ഈ വ്യക്തിയുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും എന്നത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകം. റഷ്യയുടെ ഈ നീക്കം നയതന്ത്ര തലത്തിൽ എന്ത് ചലനങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്നും കാത്തിരുന്ന് കാണാം.